ഹാമ്പർ സീരീസ് പാർട്ട് 2 ആണ് കാണിക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഹാമ്പേഴ്സും ഐക്കൽ ഐറ്റംസൊക്കെ കസ്റ്റമർ തന്നെയായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത്. 4 പെയർ ഡ്രസ്സ്, 2 പെയർ ചെരുപ്പ്, പിന്നെ ഫോണ്, ഗോൾഡ്, പിന്നെ അധികം ആക്സസറീസ്, ബാഗ്, വാച്ച്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. കോസ്മെറ്റിക് ഐറ്റംസ് ഇതൊക്കെ ആയിരുന്നു അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റും ഹാമ്പർ സെറ്റിങ്ങും മാത്രമായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പർച്ചേസിങ് വീഡിയോ ഞാൻ പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ പാർട്ട് 1 പോയി കാണാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നട്ട്സ് ഹാമ്പർ സെറ്റ് ചെയ്യാം. കാഷ്യൂ, പിസ്ത, ബദാം, സ്റ്റോൺ ചോക്ലേറ്റ്, ജിംസ് ഇതൊക്കെയായിരുന്നു ഹാമ്പറിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഷോപ്പിൽ നിന്ന് തന്നെ ഞാൻ പാക്കാക്കിയിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഹാമ്പറിലെല്ലാം ഫില്ലാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ തണുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യണത് ഈ ഒരു ട്രേയിൽ ടോബ്ലറോൺ ആയിരുന്നു. ഇത് ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് പീൽ ചെയ്തിട്ട് ടബ്ലറോൺ അതിന്മേൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പേസ് ഞാൻ വരുന്നുണ്ട്, അവിടെ ഫ്ലവർ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഹാമ്പേഴ്സൊക്കെ ഫില്ലാക്കിയിട്ട് ലാസ്റ്റ് ഫ്ലവർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നെക്സ്റ്റ് ഈ ഒരു ബോക്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് താഴത്തെ ലെയർക്ക് കുറച്ച് ബോക്സ് ചോക്ലേറ്റ് ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുകളിൽ വെക്കുന്ന ചോക്ലേറ്റ് നല്ല ഫിക്സ് ആയിട്ടും നല്ല നീറ്റായിട്ടും നിൽക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇങ്ങനത്തെ കാർഡ്ബോർഡിൻ്റെ പീസോ അല്ലെങ്കിൽ കേക്കിൻ്റെ ബേസൊക്കെ ഫിക്സ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടാബ് ഒട്ടിച്ച് ചോക്ലേറ്റ് വെക്കൽ. അപ്പോൾ നല്ല നീറ്റായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്യാം. ഈ ബോക്സിന് സ്യൂട്ടായിട്ടുള്ള കേക്ക് ബേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ വെക്കുന്നത് 2 വലിയ ഗാലക്സീൻ്റെ ബാറും ബാക്കി ബൗണ്ടിങ് ചോക്ലേറ്റും ആയിരുന്നു. അങ്ങനെ ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഹാമ്പറാണ്. അതിലും താഴത്ത് ഇങ്ങനത്തെ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ കേക്കിൻ്റെ ബേസാണ് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡബിൾ സൈഡ് ടാപ്പ് കൊണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോക്ലേറ്റ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയൊന്നും പോകില്ല, നല്ല ഫിക്സ് ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും. ഇതിൻ്റെ ഒരു സൈഡിൽ ഡയറി മിൽക്കിൻ്റെ സിൽക്കും ഒരു സൈഡിൽ ട്വിക്സും മറ്റ് സെൻറ്ററിൽ കിൻഡർ ബ്യൂണായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതേപോലെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ സ്ക്വയറിലുള്ള ബോക്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് വലിയ ബോക്സ് ആയിരുന്നു. വീഡിയോയിൽ കാണാൻ ചെറുതാണെങ്കിലും അത്യാവശ്യം കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. മറ്റേ ഹാമ്പറിനെ അപേക്ഷിച്ച് കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാ ചോക്ലേറ്റും ഞാൻ കുറച്ച് ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ വലിയ കേക്കിൻ്റെ പീസാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ വയ്ക്കുന്നത് ക്രിസ്പെല്ല ചോക്ലേറ്റ് ആണ്. പിന്നെ സെക്കൻഡ് ലെയർ ആയിട്ട് വെച്ചെടുത്തിട്ടുള്ളത് കിറ്റ്കാറ്റ് ആയിരുന്നു. ലാസ്റ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഡയറി മിൽക്ക് ആയിരുന്നു. പിന്നെ ഇത് 2 ലെയറായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ബാക്കി അതിൻ്റെ മുകളിൽ പേപ്പർ കൊണ്ട് സ്റ്റിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ലെയറും ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ഹെക്സഗൺ ഷേപ്പ് ബോക്സിലാണ് അടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 2 ബോക്സും സെയിം ചോക്ലേറ്റും സെയിം ഡിസൈനും ആയിരിക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ താഴത്ത് ഞാൻ ഓട്സിൻ്റെ ബാർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഡയറി മിൽക്കിൻ്റെ സിൽക്കും 2 സൈഡിലായിട്ട് പിന്നെ ഓട്സിൻ്റെ ബാറും വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ഹാമ്പറിൻ്റെ താഴത്ത് മാസിൻ്റെ ചോക്ലേറ്റ് ആയിരുന്നു വെച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി 2 സൈഡിലും ഓട്സിൻ്റെ ചോക്ലേറ്റും മുകൾ ഭാഗത്ത് ഫെറാറോ റോഷറിൻ്റെ 2 ചോക്ലേറ്റും സൈഡിൽ സ്നിക്കേഴ്സ് ആയിരുന്നു വെച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി സ്പേസിൽ ഓട്സിൻ്റെ ചോക്ലേറ്റ് വെച്ചിട്ട് ഫില്ലാക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഈ സ്ക്വയർ ബോക്സാണ് സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ലൂസ് ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു.
ഇതിലേക്ക് വെച്ചെടുക്കുന്നത് ഫ്യൂസിൻ്റെ ചോക്ലേറ്റും ബ്രേക്കിൻ്റെ ചോക്ലേറ്റും ആയിരുന്നു. ബ്രേക്കിൻ്റെ പിന്നെ ഞാൻ 2 ലെയറായിട്ട് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു എക്സ്ക്രീം ഷേപ്പ് ബോക്സ് ആയിരുന്നു. ഇതിലേക്കും ഫില്ലിംഗ് ആയിട്ട് ഈ ചോക്ലേറ്റും അതിൻ്റെ മുകളിലായിട്ട് ബേസും വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ആഡ് ആക്കിയിട്ടുള്ളത് ബബിളും പിന്നെ അതിൻ്റെ 2 മുകളിലായിട്ട് ബൗണ്ടിൻ്റെ ബാറും ആണ്. പിന്നെ 2 സൈഡിലും റാഫെല്ലോ ആയിട്ട് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി വരുന്ന സ്ഥലത്ത് സ്നിക്കേഴ്സ് ആയിരുന്നു ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോൺ ഹാമ്പർ ആയിരുന്നു. ഇതിൽ സെൻറ്ററിൽ ഫോൺ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ ചോക്ലേറ്റും ഒരു സൈഡിൽ ഫ്ലവറാണ് സെറ്റാക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഈ ഹാമ്പേഴ്സൊക്കെ ഡ്രസ്സൊക്കെ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഇനി നമുക്ക് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാം. ബൊക്കെ പിന്നെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫ്ലവർ ബഞ്ചസിന് ഫ്ലവർ ഇങ്ങനെ ഊരി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഗ്ലൂ ഗണ്ണോട് സ്റ്റിക്ക് ചെയ്യാണ്. ഫ്ലവേഴ്സ് പിന്നെ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെയും സെറ്റ് ചെയ്യാം. അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ ലീഫും കാര്യങ്ങളും അതിലുള്ള പാർട്ടീഷനായി വരുന്ന ഐറ്റംസൊക്കെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ നെറ്റ് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കി എല്ലാ ഹാമ്പർമേലും ഞാൻ ഫ്ലവറും ഫിക്സ് ആക്കി. ഇതായിരുന്നു നമ്മൾ ഹാമ്പർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.